Ladies and gentlemen, we are deeply honored to have Sri Kadagambally Surendran, our Honorable MLA, to preside over this prestigious ceremony. May I now take this opportunity to humbly invite Member of the Kerala Legislative Assembly, Sri Kadagambally Surendran, to kindly deliver the presidential address. Let's welcome him. പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ട് നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. കേവലം 10 വർഷക്കാലം കൊണ്ട് തന്നെ ആധുനിക വ്യാവസായിക രംഗത്ത് സാർവദേശീയമായിട്ട് തന്നെ അംഗീകാരം പിടിച്ചുപറ്റാൻ കഴിഞ്ഞ ആക്സിയ ടെക്നോളജീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെയും ഗവേഷണ പ്രവർത്തനങ്ങളുടെയും പൊതു കേന്ദ്രം ഇന്നിവിടെ ടോറസിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങിൽ ആരംഭിക്കുന്നു എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ചെറിയ തോതിൽ ആക്സിയ എന്ന ആധുനിക വ്യാവസായിക സംരംഭത്തിന് രൂപം കൊടുത്ത പ്രിയപ്പെട്ട ജിജിമോൻ ചന്ദ്രനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിരന്തര പരിശ്രമമാണ് ലോകത്ത് തന്നെ ശ്രദ്ധേയമായിട്ടുള്ള വ്യവസായ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് നിർമ്മിത ബുദ്ധിയുടെ പുതിയ അവസരങ്ങളെ ലോകത്തിന് മുന്നിൽ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധ്യമായിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെൻറ്റും വ്യവസായ വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന ആദരണീയനായിട്ടുള്ള വ്യവസായ മന്ത്രിയും പൊതു വ്യവസായികളോടും ആധുനിക വ്യാവസായിക സമൂഹത്തോടും സ്വീകരിക്കുന്നതായിട്ടുള്ള നിലപാട് വളരെ കൃത്യമായിട്ടും ഇവിടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേരളം ലോകത്തെവിടെയുമുള്ള വ്യവസായികൾക്ക് പൊതു സംരംഭങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി കടന്നു വരാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞൊരു 6-7 വർഷക്കാലത്തിനിടെ കേരളത്തിൽ വന്നു കയറിയ പൊതു വ്യവസായങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആ മേഖലയിൽ ഒരു മലയാളി, നമ്മുടെ നാട്ടുകാരൻ ലോകോത്തര നിലവാരത്തിലേക്ക് തൻ്റെ സ്ഥാപനവുമായിട്ട് കുതിച്ചു കയറുന്നത് വർദ്ധമാനമായിട്ടുള്ള ആഹ്ലാദത്തോടു കൂടി നമ്മളെല്ലാം നോക്കിക്കാണുകയാണ്. ഉദാത്തമായിട്ടുള്ള വളർച്ച അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനും ഈ പുതിയ ഗവേഷക മേഖലയ്ക്കും ഉണ്ടാകട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആശംസയോടുകൂടി ഞാൻ എൻ്റെ അധ്യക്ഷനെ അവസാനിപ്പിക്കുന്നു.